ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് സി റൈറ്റ് പാത്തിൻ്റെ മാജിക്കൽ പി എസ് സി ചെയിൻ സീരീസ് ക്വസ്റ്റ്യൻസിൻ്റെ 6ാമത്തെ സീരീസിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു സീരീസിൽ നമ്മൾ പി എസ് സി മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലധികവും പി എസ് സി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ഒരു ഗൗരവത്തിൽ നിങ്ങളിതിനെ കാണുക. ഒന്നാമത്തെ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ തൂലികാനാമമാണ് പി. പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ്. ആനന്ദിൻ്റെ കൃതിയാണ് ജൈവമനുഷ്യൻ. ആ മനുഷ്യൻ നീ തന്നെ എന്ന കൃതി സി ജെ ജോസഫിൻ്റേതാണ്. ടി ജെ ജോസഫ് പ്രൊഫസറിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആത്മകഥയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ കുമരു എന്ന നാടകം എഴുതിയത് എമിൽ മാധവിയാണ്. മാധവിക്കുട്ടി എഴുതിയ ആത്മകഥയാണ് എൻ്റെ കഥ. എൻ്റെ കഥയില്ലായ്മകൾ എന്ന ആത്മകഥ എഴുതിയത് എ പി ഉദയഭാനുവാണ്. എ പി ഉദയഭാനുവിൻ്റെ പ്രധാന കൃതിയാണ് അർത്ഥവും അനർത്ഥവും സംസാരിക്കുന്ന ദൈവങ്ങളെല്ലാം. ഒന്നാമത്തെ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ തൂലികാനാമമാണ് പി. പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ്. ആനന്ദിൻ്റെ കൃതിയാണ് ജൈവമനുഷ്യൻ. ആ മനുഷ്യൻ നീ തന്നെ എന്ന കൃതി സി ജെ ജോസഫിൻ്റേതാണ്. ടി ജെ ജോസഫ് പ്രൊഫസറിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആത്മകഥയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ കുമരു എന്ന നാടകം എഴുതിയത് എമിൽ മാധവിയാണ്. മാധവിക്കുട്ടി എഴുതിയ ആത്മകഥയാണ് എൻ്റെ കഥ. എൻ്റെ കഥയില്ലായ്മകൾ എന്ന ആത്മകഥ എഴുതിയത് എ പി ഉദയഭാനുവാണ്. എ പി ഉദയഭാനുവിൻ്റെ പ്രധാന കൃതിയാണ് അർത്ഥവും അനർത്ഥവും സംസാരിക്കുന്ന ദൈവങ്ങളെല്ലാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 3-4 തവണയെങ്കിലും നിങ്ങളിത് തുടർച്ചയായി കണ്ടാലാണ് ഈ ഒരു ഫലം നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ അത് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.